ഹായ് ചേട്ടാ. ഹായ് 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 ഹായ്. ചേട്ടൻ പല സീരിയസ് സിറ്റുവേഷനിലും വളരെ കൂളായിട്ട് നിന്നിട്ട് ഓരോരുത്തരെ ട്രോളാറുണ്ടല്ലോ. അപ്പൊ അത് ഈ വിവാദങ്ങളിൽ നിന്നിട്ട് നൈസായിട്ട് സ്കൂട്ടാവാനുള്ള ഒരു നമ്പറാണോ? അതെ. ഉത്തരം കിട്ടിയില്ലേ? കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അതെ ആണല്ലേ? അതെ. അപ്പൊ ഈ വിവാദങ്ങളിൽ നിന്ന് സ്കൂട്ടാവാൻ വേണ്ടിട്ടാണോ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇറക്കുന്നത്? നിനക്ക് വിവാദമൊക്കെ ആയിരിക്കും, എനിക്ക് വിവാദമൊന്നുമില്ല, താല്പര്യമില്ല. ഈടെയായി വിവാദങ്ങൾ കൂടുന്നു. അതാണ്, അതുകൊണ്ട് തന്നെ റേഞ്ച് കൂടുന്നു. എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. മിക്കവാറും ഇന്ത്യയിൽ നാട് കടത്തുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ട്രോളൻ വരട്ടെ. ഇവരൊക്കെ നിങ്ങളൊക്കെ ട്രോൾസ് ചെയ്യുന്നതാ? ഇത് നിങ്ങളുടെതാ? അല്ലല്ല, ഇവരുടെ ഒന്നും. ഇതൊരു ജീവിതമാർഗമായിട്ട് എടുത്തേക്ക് ഇവരൊക്കെ. ബ്രോ, സാധാരണ ഈ നടന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഫാൻസ് ഒക്കെ അവരുടെ അനിയന്മാരെ പോലെയാന്നൊക്കെ. അപ്പോ ഈ ട്രോളന്മാരെ സംബന്ധിച്ച് ചേട്ടൻ അവരുടെ ഒരു കൺകണ്ട ദൈവമാണ്. ആയിക്കോട്ടെ. അപ്പൊ ചേട്ടന് ഈ ട്രോളന്മാർ എങ്ങനെയാണ്? ദൈവമല്ലേ ഞാൻ? അപ്പൊ ദൈവത്തിന് ഇവരൊക്കെ എന്ത്? അങ്ങനെ പറഞ്ഞു. ഞാൻ ദൈവല്ലേ അല്ലേ? അപ്പൊ ദൈവത്തിന് എന്ത് ഇവരൊക്കെ ഇത്രയാ? സന്തോഷായി. അടുത്തത് അടുത്ത ചോദ്യം ടിൻഡുമോൻ കഥകൾ, അതേപോലെ 1001 രാവുകൾ കഥകൾ പോലെ ധ്യാൻ കഥകൾ ഉടൻ പ്രസിദ്ധീകരിക്കുമോ? അല്ല, ഞാനത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സിനിമാറ്റിക്കാ എന്റെ ലൈഫിൽ നടന്ന കുറെ ഇവന്റ്സ്. ഇപ്പൊ ഇതൊക്കെ പലതും നിങ്ങൾ കള്ളാമെന്ന് പറഞ്ഞ സംഭവങ്ങൾ, ഞാൻ പറയാത്ത ഒട്ടനവധി കഥകളുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ അതർ സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. ഭയങ്കര സീരിയസാ. ഓക്കെ, കാരണം ഈ വീട്ടിൽ നിന്ന് പുറത്തായത് തൊട്ടിട്ട് അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ അവസാനമായി കരഞ്ഞതൊക്കെ ആ ദിവസമായിരിക്കും. അപ്പൊ അന്നൊക്കെ ആ കഥകളിലൊക്കെ ഒരു എന്താ പറയണ്ടേ, ഒരു സ്പോയിൽഡ്, ഒരു ഐഡിയൽ അല്ലാത്ത മകൻ. ഞാൻ ഒരിക്കലും ഒരു ഐഡിയൽ സണ്ണല്ല. ഇന്ന് ഇവരിപ്പോ റെസ്പെക്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ അമ്മയുടെ റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ കേൾക്കുന്നത്. വെറുതെ അല്ലല്ലേ ആ ചോദ്യത്തിൽ 3-4 തവണ ഊന്നി നിന്നത്. ഞാനൊരു ഐഡിയൽ ബോയ് ഫ്രണ്ട് ആയിരുന്നില്ല, ഐഡിയൽ സൺ ആയിരുന്നില്ല, ഐഡിയൽ ബ്രദർ ആയിരുന്നില്ല, ഞാൻ ഒന്നും ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പലതുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കഥയുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ അന്ന് ജീവിച്ചതും ഞാൻ അന്ന് ചെയ്തതും എല്ലാം എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാ. ആ പറഞ്ഞ സുഹൃത്തുക്കളൊന്നും എൻ്റെ ലൈഫിൽ ഇല്ല ഇന്ന്. അവരൊക്കെ എന്നെ വിട്ടുപോയി. അതാ പറഞ്ഞു, ഒരുപാട് ഇവന്റ്സ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര സിനിമാറ്റിക്കാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കഥകൾ എഴുതുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു, എനിക്ക് വിഷ്വലി ഞാൻ കൂടുതൽ വായിക്കാനെല്ലാം ആഗ്രഹിക്കുന്നതിനേക്കാൾ എനിക്ക് വിഷ്വലിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നാണോ പറഞ്ഞു വരുന്നത്? യൂട്യൂബ് പൊന്നു വീണ, ഞാനത് സിനിമയാക്കും. അത്രമാത്രം എന്റെ ലൈഫിൽ എൻ്റെ ഒരു 17-18 വയസ്സ് തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു 26 വയസ്സ് ഇടയിൽ സിനിമയിൽ വരുന്നതിന് മുന്നേ ഉള്ള സമയം, ഒരു 9 വർഷം അത്രയധികം സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 7.5 ശനിയായിരുന്നു അത്ര.